അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 25 ബുധനാഴ്ച. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആക്സിയൻ 4 ദൗത്യത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയടക്കം 4 ബഹിരാകാശ സഞ്ചാരികൾ ഉൾപ്പെടുന്ന ഡ്രാഗൺ ബഹിരാകാശ പേടകവുമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39Aയിൽ നിന്ന് പറന്നുയർന്നു. നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയും ആക്സിയൻ സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സനാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ സഞ്ചാരി ശുഭാംശു ശുക്ലയാണ് പൈലറ്റ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ കമാൻഡറാണ് അദ്ദേഹം. ഇവർക്ക് പുറമെ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയൻ 4 ദൗത്യസംഘത്തിലുള്ളത്. ആക്സിയൻ 4 ദൗത്യത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാംശു ശുക്ല പോകുമ്പോൾ കൂടെ കേരളത്തിന്റെ സ്വന്തം വിത്തുകളും ബഹിരാകാശത്തേക്ക് പോവുകയാണ്. വെള്ളായണി കാർഷിക സർവകലാശാലയും തിരുവനന്തപുരം IISTയും ചേർന്നാണ് ബഹിരാകാശത്തേക്ക് വിത്തിനങ്ങളെ അയക്കുന്നത്. ക്രോപ്പ് സീഡ്സ് ഇൻ ISS എന്ന ഈ പരീക്ഷണത്തിൽ തെരഞ്ഞെടുത്ത 6 ഇനം വിത്തിനങ്ങൾക്ക് ബഹിരാകാശ നിലയത്തിലെ മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയാനാണ് അയക്കുന്നത്. ശുഭാംശു ശുക്ല ഈ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിക്കും. ആക്സിയൻ 4 ബഹിരാകാശ ദൗത്യ വിക്ഷേപണത്തിന്റെ 2 ഘട്ടവും വിജയം. ഫാൽക്കൺ 9 റോക്കറ്റിന്റെ 1ാം ഘട്ട ബൂസ്റ്റർ വിക്ഷേപണത്തിന് ശേഷം തിരികെ ലാൻഡ് ചെയ്തു. ബൂസ്റ്ററിൽ നിന്ന് വേർപെട്ട ഡ്രാഗൺ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. 28 മണിക്കൂറിന് ശേഷം നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ബഹിരാകാശത്ത് നിന്ന് ഹിന്ദിയിൽ നമസ്കാരം പറഞ്ഞ് ശുഭാംശു ശുക്ല. പേടകം ബഹിരാകാശത്ത് എത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യക്കാർക്കായി ഹിന്ദിയിൽ ശുഭാംശുവിൻ്റെ സന്ദേശമെത്തിയത്. എൻ്റെ രാജ്യത്തെ പ്രിയപ്പെട്ട ജനങ്ങളെ, 41 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ബഹിരാകാശത്തെത്തിയെന്ന് തുടങ്ങുന്ന സന്ദേശം നമുക്ക് ഒത്തൊരുമിച്ച് മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിക്ക് തുടക്കമിടാമെന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. നന്ദി, ജയ് ഹിന്ദ്, ജയ് ഭാരത് എന്നുകൂടി ശുഭാംശു കൂട്ടിച്ചേർത്തു. വയനാട്ടിലെ പുഞ്ചിരി മട്ടത്തിന് മുകളിലുള്ള വനത്തിനുള്ളിൽ പുതിയ ഉരുൾപൊട്ടലുണ്ടായതായി സ്ഥിരീകരണമില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മുമ്പുണ്ടായ ഉരുൾപൊട്ടലുകളിലെ മണ്ണും അവശിഷ്ടങ്ങളും മഴവെള്ളത്തോടൊപ്പം താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. മണ്ണൊലിപ്പ് പൂർണ്ണമായി അവസാനിക്കുന്നതുവരെ ഇത് കുറച്ചുകാലം തുടരുമെന്നും പുഴയും അതിനോട് ചേർന്നുള്ള നോഗോ സോണും വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ സ്ഥലത്ത് പ്രവേശിക്കരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു. വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമഴയിലും മഴ ശക്തമായതിനു പിന്നാലെ കടുത്ത പ്രതിഷേധമുയർത്തി നാട്ടുകാർ. സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസറെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. ഉരുൾപൊട്ടൽ ധനസഹായവുമായി ബന്ധപ്പെട്ട് സർക്കാർ വാക്കുപാലിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ധനസഹായം വിതരണം ചെയ്തതിൽ പാകപ്പിഴ ഉണ്ടായെന്നും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ പോലും സുരക്ഷിതമെന്ന് അറിയിച്ച് ജനങ്ങളെ താമസിപ്പിച്ചെന്നും നാട്ടുകാർ പറയുന്നു. പ്രതിഷേധം ശക്തമായതോടെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇവരെയും നാട്ടുകാർ തടഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയമുണ്ടാകുന്ന തരത്തിൽ UDFന്റെ അടിത്തറ വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും സതീശൻ പറഞ്ഞു. PV അൻവറിൻ്റെ UDF പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തിന് എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി. നിലമ്പൂരിലെ വിജയം വ്യക്തി കേന്ദ്രീകൃതമല്ലെന്നും ടീം UDFന്റെ വിജയമാണെന്നും സതീശൻ പറഞ്ഞു. നിലമ്പൂർ തോൽവിയിൽ ഭരണവിരുദ്ധ വികാരവും കാരണമായെന്ന് CPI. ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി CPIയും പഠിക്കും. സ്ഥാനാർത്ഥി എന്ന നിലയിൽ M സ്വരാജിന് വ്യക്തിഗത മുന്നേറ്റം ഉണ്ടാക്കാനായില്ലെന്ന വിമർശനവും CPI എക്സിക്യൂട്ടീവിൽ ഉയർന്നു. നിലമ്പൂർ തോൽവിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്ന CPMന്റെ നിലപാട് തള്ളിയാണ് CPIയുടെ വിലയിരുത്തൽ.
നിലമ്പൂരിലുണ്ടായ മിന്നും വിജയം പരിശോധിക്കുമെന്നും ഫലം സസൂക്ഷ്മം വിലയിരുത്തുമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ലീഗിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയേക്കാൾ പരിഗണന ഷൗക്കത്തിന് നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM-ഉം LDF-ന്റെ ഘടകകക്ഷികളും ഫലം കണ്ണു തുറന്ന് കാണണമെന്നും നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് CPM അംഗീകരിക്കണമെന്നും സെമിയിൽ UDF നേടിയത് വൻ വിജയമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉടൻ പ്രതികരിക്കേണ്ട എന്ന നിലപാടിൽ ലീഗ് നേതൃത്വം. നാളെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരിക്കും ലീഗ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുകയെന്നാണ് വിവരം. അതേസമയം PV അൻവറിനെ വാതിൽ തുറക്കേണ്ട എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് കോൺഗ്രസിൽ പിന്തുണയേറുകയാണ്. അൻവറില്ലാതെ നിലമ്പൂരിൽ നേടിയ വിജയം രാഷ്ട്രീയ നേട്ടമെന്നാണ് വിലയിരുത്തൽ. അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് മറുപടിയുമായി മന്ത്രി V. ശിവൻകുട്ടി. അടിയന്തരാവസ്ഥയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും ഒപ്പം ഗുജറാത്ത് കലാപവും RSS നിരോധനവും ഗാന്ധിവധവും മുഗൾ ഭരണവും പഠിപ്പിക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. മോദി ആദർശശുദ്ധിയുള്ള നേതാവെന്ന് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. മോദിയെ താൻ പുകഴ്ത്തിയതല്ലെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു. മോദി ഒരു മതത്തെയും തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും എല്ലാവരെയും ഉൾക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും സച്ചിദാനന്ദ അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ സത്യനിഷ്ഠ, ആദർശശുദ്ധി, ബ്രഹ്മചര്യ, ആത്മീയഭാവം ഇതെല്ലാം മോദിക്കുമുണ്ടെന്നും രാഷ്ട്രീയം കണ്ടിട്ടല്ല ഇങ്ങനെ പറഞ്ഞതെന്നും തനിക്കും ശിവഗിരി മഠത്തിനും രാഷ്ട്രീയമില്ലെന്നും സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. വയനാട്, പാലക്കാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. നാളെ വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. Joy of Jewelry Shopping. Biggest joy of jewelry shopping ഇതാ ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. പോസ്റ്റൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ തെളിവുകളുടെ അഭാവത്തിൽ CPM നേതാവ് G. സുധാകരനെതിരായ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. 1989 അന്നത്തെ പോസ്റ്റൽ വോട്ടുകൾ CPM ഓഫീസിലെത്തി തിരുത്തിയെന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ. കേസിന് വേണ്ടി അന്നത്തെ ബാലറ്റ് പേപ്പറുകൾ കണ്ടെത്തേണ്ടിയിരുന്നു. എന്നാൽ ഇത് കണ്ടെത്താനായി ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയെങ്കിലും 36 വർഷം മുമ്പുള്ള രേഖകൾ കണ്ടെത്താനായില്ലെന്ന് കളക്ടർ മറുപടി നൽകി. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. ആരോഗ്യനില തൽസ്ഥിതിയിൽ തുടരുകയാണെന്നും വിദഗ്ധ സംഘം ആരോഗ്യനില വിലയിരുത്തുകയാണെന്നും പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. നേരത്തെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട് മുങ്ങിയ MSC എൽസ 3 ചരക്ക് കപ്പലിലെ എണ്ണ നീക്കം ചെയ്യാനുള്ള നടപടികൾക്കായി നിയോഗിച്ച TNT സാൽവേജ് കമ്പനി ദൗത്യത്തിൽ നിന്ന് പിന്മാറി. ദൗത്യത്തിന് വേണ്ടത്ര സാങ്കേതിക പരിജ്ഞാനം തങ്ങൾക്ക് ഇല്ലെന്ന് TNT സാൽവേജ് അറിയിച്ചു. പ്രവർത്തികൾക്കായി എത്തിയ ഈ കമ്പനിയുടെ ഡ്രൈവിംഗ് സഹായ കപ്പൽ തിരിച്ചുപോവുകയും ചെയ്തു. അതേസമയം ഇതുവരെയും കപ്പലിൽ നിന്ന് എണ്ണ നീക്കം ചെയ്യാത്തതിൻ്റെ പേരിൽ കമ്പനിക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അന്ത്യശാസനം നൽകി. കാരണം വ്യക്തമാക്കാതെയാണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തതെന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സംവിധായകൻ. വാക്കാൽ മാത്രമാണ് സിനിമയുടെ പേര് മാറ്റണമെന്ന് അറിയിച്ചിട്ടുള്ളത്. മുംബൈയിൽ നിന്നാണ് ഇക്കാര്യത്തിൽ ഒരു തടസ്സം നേരിടുന്നത്. സിനിമ കാണാതെയാണോ ബോർഡ് ഇങ്ങനെ ഒരു നിലപാട് എടുത്തതെന്ന സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് മാറ്റി. ടീസറിന് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നുവെന്ന് ഹർജിക്കാർ വാദിച്ചു. 3 മാസമായി ടീസർ പുറത്തിറങ്ങിയിട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി സിനിമ കണ്ടുവെന്നും അവർ അംഗീകരിച്ചിരുന്നുവെന്നും ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു. ഇപ്പോഴത്തെ നിലയിൽ മറ്റന്നാൾ സിനിമ റിലീസ് ചെയ്യാനാകില്ലെന്നും ഹർജിക്കാർ പറഞ്ഞു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് കേരളത്തിലെ ഒരു ജില്ലാ ജഡ്ജി ഉൾപ്പെടെ വധിക്കാനുള്ള 950 പേരുടെ ഹിറ്റ് ലിസ്റ്റ് കിട്ടിയെന്ന് NIA. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ. 2 വിങ്ങുകളായി തിരിഞ്ഞ് തയ്യാറാക്കിയ പട്ടിക കിട്ടിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രമായ
പെരിയാർ വാലിയിൽ നിന്നാണെന്നും ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു. തലശ്ശേരിയിൽ BJP പ്രവർത്തകനായിരുന്ന KV സുരേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 5 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. CPM പ്രവർത്തകരായ അഖിലേഷ്, ലിജേഷ്, കലേഷ്, വിനീഷ്, TK ഷൈജേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. 2008 വീട്ടിൽ കയറി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പുന്നപ്ര തീരത്ത് വീണ്ടും ഡോൾഫിന്റെ ജഡമടിഞ്ഞു. ഇന്നലെ രാത്രി 7 മണിയോടെ പുന്നപ്ര ചള്ളി തീരത്തിന് വടക്ക് ഭാഗത്തായാണ് ഡോൾഫിൻ അടിഞ്ഞത്. മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. മുഖത്തും ശരീരത്തും പരിക്കേറ്റ പാടുകളും രക്തം വാർന്ന നിലയിലുമാണ് ഡോൾഫിന്റെ ജഡം കണ്ടെത്തിയത്. റവന്യൂ, ഫോറസ്റ്റ്, പോലീസ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ് പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഓപ്പറേഷൻ സിന്ധുവിൽ ഇറാനിൽ നിന്നുള്ള 282 യാത്രക്കാരുമായുള്ള അവസാന വിമാനം ഇന്ന് പുലർച്ചെയെത്തി. ഇതോടെ ഇറാനിൽ നിന്ന് തിരികെ എത്തിയവരുടെ എണ്ണം 2858 വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒഴിപ്പിക്കൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. UAEയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ ഉപകരണങ്ങൾ ലേലം ചെയ്യാൻ ഉത്തരവിട്ട് ദുബായ് കോടതി. ആശുപത്രി ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദുബായ് സിറ്റി വാക്കിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയാണ് അവിടുത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും ശമ്പളം നൽകാനുള്ളത്. അജ്മാനിൽ പൊതുമേഖലയിലെ ജീവനക്കാർക്കായുള്ള വേനൽക്കാല ജോലി നയം പ്രഖ്യാപിച്ചു. പ്രതിവാര ജോലി സമയം കുറയ്ക്കുകയും വെള്ളിയാഴ്ചകളിൽ വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. നിയമം ജൂലൈ 1 പ്രാബല്യത്തിൽ വരും. സെപ്റ്റംബർ 12 വരെ ഇത് തുടരും. ഗാസയിൽ ഭക്ഷണമടക്കമുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണത്തിനായി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രയേൽ സൈനികർ നടത്തിയ വെടിവയ്പിൽ 40 പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായി വിവരം. ഗാസയുടെ തെക്കൻ നഗരമായ റാഫയിൽ ഇസ്രയേൽ സൈനികരുടെ കനത്ത സുരക്ഷയിൽ നടക്കുന്ന സഹായ വിതരണ മേഖലയിലാണ് വെടിവയ്പുണ്ടായത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത്തരം വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 500-ലേറെയാണെന്നാണ് റിപ്പോർട്ട്. കുവൈത്തിൽ നിലവിൽ ശക്തിയേറിയ കാറ്റാണ് അനുഭവപ്പെടുന്നതെന്നും ഇതുമൂലം പൊടി ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ ചില പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച കുറയുമെന്നും അറിയിച്ചു. 3000 വാഹനങ്ങളുമായി പോകവെ നടുക്കടലിൽ തീപിടിച്ച മോർണിംഗ് മിഡാസ് എന്ന ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങി. നോർത്ത് പസഫിക് സമുദ്രത്തിലാണ് കാർഗോ മുങ്ങിയത്. 800 ഇലക്ട്രിക് കാറുകൾ ഉൾപ്പെടെ 3000 വാഹനങ്ങളുമായി മെക്സിക്കോയിലേക്ക് പോവുകയായിരുന്നു കാർഗോ. കപ്പലിൽ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതിരുന്നതോടെ നേരത്തെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചിരുന്നു. ആഴ്ചകൾക്കിപ്പുറം കപ്പൽ പൂർണ്ണമായും മുങ്ങി. അപകടത്തിൽ നിന്ന് 22 ജീവനക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം വിച്ഛേദിച്ച് ഇറാൻ. ഇത് സംബന്ധിച്ച ബില്ലിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അധികൃതരുടെ പരിശോധനകളും പ്രവേശനവും നിരോധിച്ചുകൊണ്ടുള്ള ബില്ലാണ് ഇറാൻ പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.